ഇന്നോവൻ്റെ ഡീസൽ ഫിൽറ്റർ മാറാൻ പോകുക. ഡീസൽ ഫിൽറ്റർ ഇതാണ് ഡീസൽ ഫിൽറ്റർ. അപ്പോൾ ഡീസൽ ഫിൽറ്റർ മാറുമ്പോൾ ഇതിന് വണ്ടീനെ അയച്ചെടുത്തിട്ട് ജസ്റ്റ് ഇവർ ക്ലാമ്പിൽ നിന്ന് അയച്ചെടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അത് അയക്കാൻ വേണ്ടി നമ്മൾ 2 പൈപ്പ് അയക്കാം. ഈ ക്ലിപ്പ് അയച്ചതിന് ശേഷം പൈപ്പ് അയച്ചെടുത്ത് അതുപോലെ ഈ കപ്ലർ അയച്ച് ജസ്റ്റ് ഇങ്ങനെ പൊക്കിയാൽ മതി. വേണ്ട അതിനെ പൊക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഇതിൻ്റെ മൂടി അയച്ചിട്ട് ഈ ക്യാപ്പില്ല, ഈ ക്യാപ്പ് അയച്ചെടുത്തിട്ട് പുറത്തെടുത്തിട്ട് ശേഷം നമുക്ക് വൈസിൽ പിടിപ്പിക്കാം. അതുപോലെ വൈസിൽ വെച്ചിട്ട് വൈസിലൊന്ന് പിടിച്ചിട്ട് അയക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഫിൽറ്ററിൻ്റെ മാർക്ക് ഉണ്ട്, ഇവിടെ ഒരു മാർക്കുണ്ട്. ഈ മേലത്തെ ടോപ്പിൽ ഇതിൽ മാർക്കുണ്ട്. ഇതുപോലെ ഈ മൂടി ഈ തിരിക്കണ ക്യാപ്പ് ഉണ്ടാവും, ഇതിൽ മാർക്കുണ്ട്. ഈ മാർക്ക് ഒരേപോലെ ആയിരിക്കും, ഒരേ സൈഡായിരിക്കും ഉണ്ടാവുക. ഇതേ ഒരേ പൊസിഷനിൽ തന്നെ തിരിച്ചിടണം, എങ്കിൽ മാത്രമേ ലീക്കില്ലാണ്ട്, അല്ലെങ്കിൽ ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഫുൾ ടൈറ്റ് ആയതിനു ശേഷം ഇവിടം വരെ എത്തിക്കുക. അപ്പോൾ നമുക്കിത് അയച്ചെടുക്കാം. പഴയ ഓറിങ് ഉണ്ട് ഇവിടെ, പുതിയ ഓറിങ് തന്നെ ഉണ്ട് ഇവിടെ. ഈ ഭാഗത്ത് ഓറിങ് വരുന്നുണ്ട്. അപ്പോൾ ഓറിങ് നമുക്ക് എടുത്തിട്ട് ഇതിപ്പോൾ പഴയ ഓറിങ് കളയാം. ശേഷം പുതിയ ഓറിങ് അതും കൂടി ഇട്ടാം. അപ്പോൾ പഴയ ഓറിങ് ഇതാക്കിയതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത് മൊത്തം ഒന്ന് തുടച്ച് ക്ലീനാക്കിയിട്ട് പുതിയ ഓറിങ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡീസൽ ഫിൽറ്റർ ഉണ്ടോ? ഫിൽറ്ററിന് അങ്ങനെ സൈഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സൈഡൊന്നുമില്ല. ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് ക്ലീനാക്കാം. ഉൾഭാഗം കച്ചറുണ്ട്. നമ്മൾ ഫിൽറ്റർ 2 ക്ലീനാക്കിയില്ല. ഫിൽറ്ററിൻ്റെ 2 ഇതെല്ലാം ക്ലീനാക്കി, 2 അടപ്പും ഇതും താഴെയും ക്ലീനാക്കി പുതിയ ഫിൽറ്റർ കയറ്റി കൊടുക്കാം. ഓറിങ് നമ്മൾ ഓൾറെഡി ഇട്ടുണ്ട്, ഓറിങ് ഇട്ട് പുതിയ ഫിൽറ്റർ കിട്ടും. ഫിൽറ്ററിന് ഞാൻ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, കറക്കം വെറുതെ വെച്ച് കയറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫിൽറ്റർ ഇട്ടതിന് ശേഷം ഫിൽറ്ററിൻ്റെ ഈ ക്യാപ്പ് വരുന്നത് ഇത് മാറിപ്പോകാൻ പാടില്ല. ഈ മാറിപ്പോയി കഴിഞ്ഞാൽ അവിടെ വണ്ടിയിൽ പൈപ്പ് ഇടുന്ന സമയത്ത് കറക്റ്റാവില്ല. അപ്പോൾ നമ്മൾ ഇത് ഇടുന്നതെന്ന് പറഞ്ഞാൽ കേട്ടോ, ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ വണ്ടിയിൽ ഹോൾഡ് ചെയ്ത് വെക്കണ ക്ലിപ്പ് ഉണ്ടല്ലോ, ഈ ഹോൾഡ് ചെയ്ത ക്ലിപ്പ് ആ ക്ലിപ്പിൻ്റെ നേരെ തൊട്ടടുത്ത് തന്നെ ഈ കപ്ലർ കൊടുക്കുന്ന ഭാഗം വരും. തൊട്ടടുത്ത് കുറച്ച് ഇതിൻ്റെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് അല്ലേ, ലെഫ്റ്റ് സൈഡ് കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് വരില്ല, ഏകദേശം ഈ ഒരു പൊസിഷനിൽ വരും. ഇവിടെ വലിയ പൈപ്പ് വരുന്ന ഇത് റൈറ്റിൽ വലിയ പൈപ്പും ലെഫ്റ്റിൽ ചെറിയ പൈപ്പ്, ഈ 2 പൈപ്പ് ഇടുന്ന പൊസിഷനിലാണ് വരും കറക്റ്റ്. ആ പൊസിഷനിൽ നേരെ വെക്കുക. ഇതിന് 2 ലെഗ് ഉണ്ടാവും. ഈ 2 ലെഗ് വെച്ചിട്ട് കറക്റ്റ് വെച്ചിട്ട് അമർത്തി കൊടുക്കാം. അങ്ങനെ അമർത്തി വെക്കുക. അമർത്തി വെച്ചതിന് ശേഷം നമുക്ക് ഈ മൂടി ഇടാം. ഇത് മൂടി ഉണ്ടല്ലോ, നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനൊരു കറക്റ്റ് ഒരു മാർക്കുണ്ട്. ടൈറ്റ് ചെയ്തിട്ട് കറക്റ്റ് ടൈറ്റ് ഫിറ്റായി കഴിഞ്ഞാൽ ഇതാ ഫുള്ളായി കഴിഞ്ഞാൽ ഇവിടെ ഒരു മാർക്ക് ഉണ്ടല്ലോ, ഈ മാർക്കിന് കറക്റ്റായിട്ട് വെക്കുക. ഇവിടെ ഈ മേലത്തെ ഈ മൂടിയിലെ മാർക്കുണ്ട്, ആ ഒരു മാർക്ക് ഈ താഴത്തെ നമ്മൾ ഇത് ക്യാപ്പിൻ്റെ ഈ ടൈറ്റ് ചെയ്യുന്ന ക്യാപ്പിൻ്റെ മാർക്ക് ഇത് രണ്ടും നേരെ ആക്കിയിട്ട് വെക്കുക. കറക്റ്റാക്കി വെച്ചാൽ കറക്റ്റ് ഫിറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്കിതിന് അപ്പോൾ ഇത് കറക്റ്റ് ഉണ്ടെങ്കിൽ വണ്ടിയിലേക്ക് പിടിപ്പിക്കാം. വണ്ടിയിലേക്ക് കൊണ്ടുപോയി പിടിപ്പിക്കുക. ഫിൽറ്റർ മാറിക്കഴിഞ്ഞാൽ ഇത് ഫിൽറ്റർ അതുപോലെ തിരിച്ച് പിടിപ്പിച്ചിട്ട് ഈ മേലെ ഭാഗത്ത് പമ്പ് ചെയ്യാണ്ട്, ഹാൻഡ് പ്രൈമിങ് പമ്പാണിത്. അപ്പോൾ പമ്പ് ചെയ്ത് ലോഡാക്കിയതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ജസ്റ്റ് ഈ ക്ലാമ്പിൽ ഈ ബാക്കത്തെ ഈ സൈഡ് ഉണ്ടാ, ഈ ക്ലാമ്പിലേക്ക് പിടിപ്പിക്കാം. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം അതിൻ്റെ എല്ലാ പൈപ്പും കണക്ട് ചെയ്യാം. 2 പൈപ്പും കണക്ട് ചെയ്യുക. കപ്ലർ കൊടുക്കുക. ഈ ക്ലിപ്പ് കൊടുക്കുക. ക്ലിപ്പ് കൊടുക്കുക. ക്ലിപ്പ് കൊടുക്കുക. ശേഷം കപ്ലർ കൊടുക്കുക. വണ്ടിയിലെ കപ്ലറുണ്ട്. ഇനി ഇതിൻ്റെ ഇവിടുത്തെ കപ്ലറും കൊടുക്കുക. സൈഡിൽ വാട്ടർ സെൻസറിൻ്റെ
വാട്ടർ സെൻസറിൻ്റെ കപ്പറുണ്ട് സൈഡത്ത്, അതും കൂടി കണക്ട് ചെയ്യാം. കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി ഇതിൽ ഡീസൽ ഫിൽറ്റർ മാറിയതിൻ്റെ ഡീസൽ ഫിൽറ്ററിൻ്റെ ലൈറ്റ് കത്തും. വാട്ടർ ലെവൽ സെൻസറിൻ്റെ ലൈറ്റ്, വാട്ടർ ലെവൽ സെൻസർ, ആ ലെവലിൽ ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം കപ്ലർ ഊരിയിടാം. വണ്ടി ഓഫ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓക്കെ ലൈറ്റ് പോകും. ഓക്കെ, അപ്പോൾ ഫിൽറ്റർ മാറി. ഇനി ഹാൻഡ് പ്രൈം ഈ പമ്പ് ഇവിടെ പമ്പ് ചെയ്യാം. നന്നായിട്ട് പമ്പ് ചെയ്ത് ലോഡാക്കും. ഈ പമ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഇതിൻ്റെ ഫിൽറ്ററിൻ്റെ ക്യാപ്പ് ഉണ്ടല്ലോ, ക്യാപ്പിൻ്റെ ഇടയിൽ ലീക്ക് വരുന്നുണ്ടോ നോക്കുക. നമ്മൾ ഇട്ട ക്യാപ്പ് ലീക്ക് ഉണ്ടെങ്കിൽ ഈ ഇട്ട ക്യാപ്പ് അല്ലെങ്കിൽ ഓറിങ് ഈ ത്രെഡ് കറക്റ്റായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഓറിങ് എല്ലാം ചിലപ്പോൾ സൈഡ് ചെരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ സൈഡിൽ ലീക്ക് വരും. അപ്പോൾ ഈ പമ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ലീക്ക് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ പമ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ലീക്ക് ഉണ്ടോ എന്ന് അറിയാം. അപ്പോൾ പമ്പ് ചെയ്ത് ലോഡാക്കിയതിനു ശേഷം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ലീക്കൊന്നുമില്ല, പമ്പ് ചെയ്യുമ്പോൾ നല്ല ടൈറ്റായി വരുന്നുണ്ട്. ഇപ്പോൾ ഫുള്ള് ലോഡായിട്ടുണ്ട്. ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം.